മ്യൂട്ടേഷൻ അല്ലെങ്കിൽ ജന്മമാറ്റം, അതുമല്ലെങ്കിൽ പേരിൽ കൂട്ടൽ, പിന്നെ പട്ടയദാരൻ, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സ്ഥല സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നവർ ഇതൊക്കെ അറിയണ്ടേ? ഇതൊക്കെ ചെയ്തില്ലെങ്കിൽ കെട്ടിട നിർമ്മാണവും നടക്കില്ല, വൈദ്യുതി കണക്ഷനും കിട്ടില്ല, ബാങ്ക് ലോണും കിട്ടില്ല, അത്രയേ ഉള്ളൂ. ഇതിന് ഏതൊക്കെ രേഖകൾ ഹാജരാക്കേണ്ടതുണ്ട് എന്ന് ചോദിച്ചാൽ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് എന്ന് പറയാതെ വയ്യ. കാരണം ഓരോ ഭൂമിയുടെ കാര്യത്തിലും ഹാജരാക്കേണ്ട രേഖകൾ വ്യത്യാസപ്പെട്ടിരിക്കും. ഹായ്, അപ്പോൾ വിഷയം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതിനു മുൻപ് നിങ്ങൾ ആദ്യം അറിയേണ്ടത്, ഒരു ഭൂമി അഥവാ വസ്തു നമ്മൾ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടും രജിസ്ട്രേഷൻ ആക്ടും എല്ലാം അനുസരിച്ച് രജിസ്റ്റർ ഓഫീസിൽ പോയി രജിസ്റ്റർ ചെയ്യിപ്പിച്ച് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ സർക്കാർ അത് നമ്മുടെ ഭൂമിയാണെന്നൊന്നും അംഗീകരിക്കില്ല. അതായത് ആധാരം ഒരു വസ്തുവിന്റെ ഉടമസ്ഥാവകാശത്തെ ഉറപ്പിക്കുന്നുണ്ടെങ്കിലും സർക്കാരിന്റെ മുന്നിൽ ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തെ സംബന്ധിച്ചുള്ള രേഖ എന്ന് പറയുന്നത് ഇതൊന്നുമല്ല. അതിന് നമ്മൾ പോക്കുവരവ് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾക്ക് കാര്യം പിടികിട്ടിയല്ലേ? യെസ്, ഈ പോക്കുവരവിനെയാണ് മ്യൂട്ടേഷൻ, ജന്മമാറ്റം, പേരിൽ കൂട്ടൽ എന്നൊക്കെ പറയുന്നത്. അതായത് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത ആധാരം റവന്യൂ വകുപ്പിൽ ആധികാരികമായി രേഖപ്പെടുത്തുന്ന പ്രക്രിയയാണ് പോക്കുവരവ് അഥവാ പേരിൽ കൂട്ടൽ എന്ന് പറയുന്നത്. രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത ആധാരം ലാൻഡ് റവന്യൂ വകുപ്പിൽ കാണിച്ച് പട്ടയ രജിസ്റ്ററിലെ പേരിൽ കൂട്ടുന്നതിനെയാണ് പോക്കുവരവ് ചെയ്യൽ എന്ന് പറയുന്നത്. കാരണം സർക്കാരിന്റെ കയ്യിൽ ഭൂമിയുടെ ഉടമസ്ഥതയെക്കുറിച്ചുള്ള പ്രധാന രേഖ എന്ന് പറയുന്നത് പോക്കുവരവ് ചെയ്യലിന്റെ രേഖയാണ്. ഇവിടെ പട്ടയത്തിന്റെ ഉടമസ്ഥനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പട്ടയദാരൻ എന്ന് വിളിക്കുന്നത്. സത്യത്തില് ഒരു ആധാരം നടന്നു കഴിഞ്ഞാൽ 40 ദിവസത്തിനകം വില്ലേജ് ഓഫീസിൽ ഓൺലൈനായിട്ട് അറിയിപ്പ് ലഭിക്കും. ആ അറിയിപ്പിനെ തുടർന്ന് വില്ലേജ് ഓഫീസർ പ്രസ്തുത ഭൂമി സ്വമേധയാ പോക്കുവരവ് ചെയ്ത് നൽകണം എന്നുള്ളതാണ് നിയമം. എന്നാലും ഒരു വസ്തു കൈമാറ്റം ചെയ്തു കഴിഞ്ഞിട്ട് വസ്തു വാങ്ങിച്ച ആള് വില്ലേജ് ഓഫീസിൽ ചെന്ന് പട്ടയ രജിസ്റ്ററിലെ പേരിൽ കൂട്ടാൻ, അതായത് ആധാരത്തിന്റെ കോപ്പിയും ഒരു അപേക്ഷയും ചേർത്ത് വില്ലേജ് ഓഫീസിൽ എത്തിക്കും. അപ്പോ വിവരങ്ങൾ പുതിയ ഒരു പുസ്തകത്തിൽ രേഖപ്പെടുത്തി തുടങ്ങും. അതായത് പുതിയ അവകാശിയുടെ പേരിൽ വില്ലേജ് ഓഫീസിൽ ഒരു ബുക്ക് തുടങ്ങും. അതിനെയാണ് നമ്മൾ തണ്ടപ്പേര് എന്ന് പറയുന്നത്. പിന്നീട് അവരത് രജിസ്ട്രാർ ഓഫീസിലേക്ക് തിരികെ അയച്ചു കൊടുക്കും. ഇതിനെയാണ് പോക്കുവരവ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോഴാണ് വാങ്ങുന്നവൻ ഭൂമിയുടെ യഥാർത്ഥ അവകാശി, അതായത് പൂർണ്ണ അവകാശിയാകുന്നത്. ഇതിന് ശേഷം അയാൾക്ക് അയാളുടെ പേരിൽ കരം അടയ്ക്കാനും സാധിക്കും. ഇനി വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ, ഭൂമിയുടെ ഉടമസ്ഥാവകാശം മാറുന്നതിനനുസരിച്ച് ഏറ്റവും പുതിയ ഭൂ ഉടമയുടെ പേരിൽ നികുതി അഥവാ കരം പിരിക്കുന്നതിനായിട്ട് വില്ലേജ് രേഖകളിൽ ആവശ്യമായ മാറ്റം വരുത്തുന്നതിനെയാണ് പോക്കുവരവ് എന്ന് പറയുന്നത്. അപ്പോ നിങ്ങൾക്ക് മറ്റൊരു ചോദ്യം മനസ്സിൽ വന്നിട്ടുണ്ടാവും, ഇതിപ്പോ ചെയ്തില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന്. വീട് അല്ലെങ്കിൽ കെട്ടിട നിർമ്മാണം, വൈദ്യുതി കണക്ഷൻ, ബാങ്ക് ലോൺ എന്നിവയ്ക്ക് അനുമതി ലഭിക്കില്ല, അത്രയേ ഉള്ളൂ. ഇനി ടോറന്റ് സംവിധാനമുള്ള പ്രദേശമാണെങ്കിൽ വസ്തു വിൽക്കാനോ കൈമാറ്റം ചെയ്യാനോ സാധിക്കുകയുമില്ല. ഇനി പോക്കുവരവ് ചെയ്യാൻ ഏതൊക്കെ രേഖകൾ ഹാജരാക്കേണ്ടതുണ്ട് എന്ന് ചോദിച്ചാൽ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് എന്ന് പറയാതെ വയ്യ. കാരണം ഓരോ ഭൂമിയുടെ കാര്യത്തിലും ഹാജരാക്കേണ്ട രേഖകൾ വ്യത്യാസപ്പെട്ടിരിക്കും. അതിൽ ബാധ്യതാ സർട്ടിഫിക്കറ്റ്, ആധാരം, അടിയാധാരങ്ങൾ, മരണ സർട്ടിഫിക്കറ്റ്, ബന്ധം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, വിൽപത്രങ്ങൾ, അങ്ങനെ പലതും ഉൾപ്പെടുന്നുണ്ട്. ഇനി അവസാനമായിട്ട് പോക്കുവരവിനെ സംബന്ധിച്ച് ഒരു ചോദ്യം കൂടി നിങ്ങളുടെ മനസ്സിലുണ്ടായേക്കാം. അതായത് ഒരു വസ്തു എത്ര തവണ പോക്കുവരവ് നടത്തണം എന്നുള്ളത്. ഒരു ഭൂമി അതിന്റെ ഉടമ ഒരൊറ്റ തവണ മാത്രം പോക്കുവരവ് ചെയ്താൽ മതി. പക്ഷേ ഭൂമി വിൽക്കുകയോ കൈമാറ്റം ചെയ്യുകയോ ചെയ്യുന്ന ഓരോ തവണയും വാങ്ങുന്ന വ്യക്തി പോക്കുവരവ് നടത്തേണ്ടതുണ്ട്. ഇനി ഭൂമി നമ്മൾ വാങ്ങുമ്പോൾ പോക്കുവരവ് ചെയ്ത ഭൂമിയാണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ ചെക്ക് ചെയ്യേണ്ടതുണ്ടോ എന്നതിനെ കുറിച്ചൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ബൈ ബൈ.